നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പറന്നുയർന്ന വിമാനത്തിലെ എമർജൻസി ഡോറ് യാത്രക്കാർ തുറക്കാൻ ശ്രമിച്ച സംഭവമൊക്കെ നേരത്തെ വാർത്തകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ പറന്നുയർന്ന പിന്നാലെ ആകാശത്ത് വെച്ച് വാതിൽ തുറന്നുപോയതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയ സംഭവം ഉണ്ടായിരിക്കുകയാണ്. വിമാനത്തിന്റെ മധ്യഭാഗത്തെ വാതിൽ പറന്നുയർന്ന മിനിറ്റുകൾക്കകം തുറന്നു പോവുകയായിരുന്നു. എമർജൻസി വാതിലാണ് പറന്നുയർന്ന മിനിറ്റുകൾക്കകം ഇത്തരത്തിൽ തുറന്നു പോയിരിക്കുന്നത്. വിമാനത്തിന്റെ വാതിൽ പൂർണ്ണമായി തുറന്നു കിടക്കുന്നതും അടിയന്തര ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്ന യാത്രക്കാരുടെയും ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 171 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അലാസ്ക എയർലൈൻസിന്റെ ബോയിങ് 737-9 മാക്സ് വിമാനത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. പോർട്ട്ലാൻഡിൽ നിന്ന് കാലിഫോർണിയയിലെ ഒണ്ടാരിയോയിലേക്ക് പോയ AS 1282 നമ്പർ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ആർക്കും അപകടത്തിൽ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. വിമാനം സുരക്ഷിതമായി തന്നെ പോർട്ട്ലാൻഡ് വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയെന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയാണെന്നും അലാസ്ക എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണെന്ന് US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും എക്സിൽ കുറിച്ചിട്ടുണ്ട്. സംഭവ സമയത്ത് വിമാനം പരമാവധി 16,325 അടി ഉയരത്തിലായിരുന്നുവെന്നും അപകടം മനസ്സിലാക്കിയതോടെ പോർട്ട്ലാൻഡിലേക്ക് തിരികെ പറന്നെന്നും തത്സമയ എയർക്രാഫ്റ്റ് മൂവ്മെന്റ് മോണിറ്ററായ ഫ്ലൈറ്റ് ട്രേഡർ 24 സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം 30 യാത്രക്കാരുമായി പറന്ന വിമാനം പൈലറ്റിന്റെ പിഴവ് മൂലം തണുത്തുറഞ്ഞ നദിയിൽ ലാൻഡ് ചെയ്യേണ്ടി വന്ന സംഭവം അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യയുടെ കിഴക്കൻ മേഖലയായ സിറിയങ്കയ്ക്ക് സമീപമുള്ള കോളിമ നദിയിലാണ് വിമാനം ലാൻഡ് ചെയ്തത്. വിമാനത്തിൽ സ്ത്രീകളടക്കം 30 യാത്രക്കാരുണ്ടായിരുന്നു. കനത്ത മഞ്ഞ് മൂലം പൈലറ്റിന് റൺവേ കാണാൻ സാധിക്കാതെ വരികയും തുടർന്ന് തണുത്തുറഞ്ഞ നദിയിൽ ലാൻഡ് ചെയ്യുകയുമായിരുന്നുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. 30 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. തണുത്തുറഞ്ഞ നദിയിൽ ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. തണുപ്പ് വകവെക്കാതെ വിമാനത്തിൽ നിന്ന് യാത്രക്കാർ പുറത്തിറങ്ങി. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. പൈലറ്റിന്റെ പിഴവ് മൂലം തണുത്തുറഞ്ഞ നദിയിൽ ലാൻഡ് ചെയ്തതെന്നാണ് ട്രാൻസ്പോർട്ട് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞത്. എന്നാൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അധികൃതർ കൂട്ടിച്ചേർത്തത്. സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേക സമിതിയാകും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയെന്ന് പ്രാദേശിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് റഷ്യൻ ആഭ്യന്തര യാത്രാ വിമാനങ്ങൾ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവം സമീപ മാസങ്ങളിൽ നിരവധി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.